ഏറ്റവും പുതിയ ജൂപ്പിറ്റർ 110 വിശേഷങ്ങൾ കാണാം. The all-new TVS Jupiter. Now rising. അങ്ങനെ അവസാനം ടി വി എസിൻ്റെ ഏറ്റവും പുതിയ സ്കൂട്ടർ ഏതാണെന്ന് റിവീൽ ചെയ്തിരിക്കുകയാണ്. അത് ടി വി എസിൻ്റെ ജൂപ്പിറ്റർ തന്നെയാണ്, ജൂപ്പിറ്റർ 110. ജൂപ്പിറ്റർ 110നെയാണ് പുതിയ രീതിയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഡിസൈനിങ്ങിലും ഫീച്ചേഴ്സിലും സ്പേസിലുമൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ടി വി എസിൻ്റെ ഏറ്റവും കൂടുതൽ സെയിലുള്ള ഫാമിലി സ്കൂട്ടറാണ് ജൂപ്പിറ്റർ. ജൂപ്പിറ്റർ 125-ലുണ്ടായിരുന്ന അണ്ടർ സ്പേസും ഫ്യൂൽ ടാങ്കും ഒക്കെ അതേപടി ഇതിലും കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ജൂപ്പിറ്റർ 125 മോഡലിനെ ചെറുതായി ഒന്ന് മാറ്റി അതിൽ 110 എൻജിൻ ഘടിപ്പിച്ച പോലെയാണ് ഫീൽ ചെയ്യുന്നത്. എന്തായാലും ഇതിൻ്റെ മറ്റ് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. ഇതിൻ്റെ ഡൽഹി എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് 73,700 രൂപയാണ്. അത് വെച്ച് നോക്കുമ്പോൾ നിലവിലുള്ള എതിരാളികളേക്കാൾ വില കുറവാണ് ജൂപ്പിറ്ററിന് വന്നിട്ടുള്ളത്. The all-new TVS Jupiter 2024. The king of scooters is here. പുതിയ ജൂപ്പിറ്ററിൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. മുന്നിലും പിന്നിലുമുള്ള ഇൻഫിനിറ്റി ലാമ്പ് തന്നെ അതിന് വലിയൊരു ഉദാഹരണമാണ്. ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ കൂടുതൽ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഫ്രണ്ട് ഫ്യൂൽ ഫില്ല്, വിശാലമായ ഫുഡ് സ്പേസ്, 2 ഹെൽമെറ്റ് വയ്ക്കാൻ പാകത്തിനുള്ള അണ്ടർ സീറ്റ് സ്റ്റോറേജ്, അതുപോലെ വെറൈറ്റി കളറൊക്കെ കൊണ്ടുവന്നത് കുറച്ചുകൂടി മനോഹരമാക്കിയിട്ടുണ്ട്. ടി വി എസ് ഐഗോ അസിസ്റ്റ് ടെക്നോളജി മൂലം വണ്ടിക്ക് കൂടുതൽ പവർ ലഭിക്കുന്നുണ്ട്. ഇത് കയറ്റം കയറുന്നതിനും ഓവർടേക്ക് ചെയ്യുന്നതിനും എളുപ്പമാകും. കൂടാതെ മൈലേജ് കൂട്ടാനായിട്ട് ഇൻ്റലിജൻറ്റ് സ്റ്റാർട്ട് സ്റ്റോപ്പ് ടെക്നോളജിയും കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് വണ്ടി സിഗ്നലിലോ മറ്റോ നിർത്തിയാൽ എൻജിൻ തന്നെ ഓഫാവുകയും ആക്സിലറേറ്റർ കൊടുത്താൽ വീണ്ടും സ്റ്റാർട്ടാവുകയും ചെയ്യും. ഇതിൻ്റെ ബോഡി ബാലൻസ് ടെക്നോളജി മൂലം സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കൃത്യമായി വർക്ക് ചെയ്ത് വണ്ടിക്ക് നല്ല സ്റ്റെബിലിറ്റി ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിലെ ഫ്യൂൽ ടാങ്കും 12 ഇഞ്ച് ടയറും എല്ലാം സ്റ്റെബിലിറ്റിയെ ക്രമീകരിക്കുന്ന രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. പെട്ടെന്നുള്ള ബ്രേക്കിംഗ് പുറകിലുള്ളവർക്ക് സിഗ്നൽ കൊടുക്കുന്നുണ്ട്. ഫോളോ മീ ഹെഡ്ലാമ്പ് ഉള്ളതുകൊണ്ട് വണ്ടി ഓഫായതിനു ശേഷവും കുറച്ച് നേരത്തേക്ക് ആ വെട്ടം ഉണ്ടാകും. അത് നമുക്ക് വെട്ടം കണ്ടുപോകാൻ ഉപകാരപ്പെടും. ടേൺ ഇൻഡിക്കേറ്റർ ടേൺ ചെയ്തതിന് ശേഷം തന്നെ ഓഫാകും എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. കണക്ടിവിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നാവിഗേഷൻ ഇൻഡിക്കേറ്റിംഗ്, കോൾ, മെസ്സേജ് അലേർട്ട്, സോഷ്യൽ മീഡിയ അലേർട്ട്, സ്മാർട്ട് കണക്റ്റ്, ഫൈൻഡ് മീ ആപ്പിലൂടെ സ്കൂട്ടർ ഇരിക്കുന്ന സ്ഥലം മനസ്സിലാക്കാൻ കഴിയും. സേവ് യുവർ ലൊക്കേഷൻ, റിയൽ ടൈം മൈലേജ് അറിയാൻ പറ്റും. അതുപോലെ തൊട്ടടുത്ത ഫ്യൂൽ സ്റ്റേഷൻ കാണിച്ചു തരും. ടി വി എസ് സ്മാർട്ട് കണക്റ്റ് വോയിസ് അസിസ്റ്റൻ്റ് ഉള്ളതുകൊണ്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വോയിസ് കമാൻഡിലൂടെ നമുക്കെല്ലാം കണക്ട് ചെയ്യാനായിട്ട് കഴിയും. സർവീസ് ബുക്ക് ചെയ്യാനും ആക്സസറീസ് കണ്ടുപിടിക്കാനും ഒക്കെ ഈ ആപ്പിലൂടെ കഴിയും. അണ്ടർ സീറ്റ് സ്റ്റോറേജും സീറ്റ് കംഫർട്ടും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്.